ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ട്രഡീഷണൽ മാങ്ങ പുളിശ്ശേരിയാണ് കേട്ടോ, മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ മാങ്ങ സീസണായിട്ട് അതുണ്ടാക്കിയില്ലൊരു മോശമല്ലേ. അപ്പോൾ ഞാൻ ഓൾറെഡി മാങ്ങ മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നല്ല കേരള മാമ്പഴ പുളിശ്ശേരിയാണ് കേട്ടോ. അപ്പോൾ ഈ മാങ്ങ കാണാൻ വെളിയിൽ പച്ചയാണെങ്കിൽ ഇത് അകത്ത് നല്ല പഴുത്ത മാങ്ങയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതുണ്ടോ, ഇത് നല്ല പഴുത്ത മാങ്ങയാണ്. അപ്പോൾ ഇതിൻ്റെ തൊലി ഇങ്ങനെ ഇളകി വരും. ചേച്ചിയുടെ അവിടെ പോയപ്പോൾ നമ്മൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ മാമ്പഴ പുളിശ്ശേരിക്ക് നല്ല സൂപ്പർ മാങ്ങയാണിത്. അപ്പോൾ മാങ്ങയൊക്കെ നമ്മൾ തൊലിച്ചിട്ടിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ഒരു 3 പച്ചമുളക് കീറിയിടുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഉപ്പ്, ഞാൻ 1 ടീസ്പൂണാണ് ഇടുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഒഴിക്കുന്നത് 1 കപ്പ് വെള്ളമാണ് കേട്ടോ. എനിക്ക് ഇച്ചിരി കുറുകിയതാണ് ഇഷ്ടം, അതുകൊണ്ട് 1 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ലൂസായിട്ട് വേണമെങ്കിൽ 1.5 കപ്പ് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഇനി ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഒരു മീഡിയം ചൂടിലിട്ടിട്ട് അടച്ചു വെച്ചാൽ മതി കേട്ടോ, ഒരുപാട് ചൂട് വേണ്ട. അപ്പോൾ നമുക്കിനി മാമ്പഴ പുളിശ്ശേരിയിൽ അത് വേവുന്ന നേരം കൊണ്ട് നമുക്കതിൻ്റെ അരപ്പ് തയ്യാറെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 3 മാങ്ങയിലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതനുസരിച്ച് ഞാൻ 1 കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് ചെറിയ ഉള്ളി ഒരു 4 കഷ്ണം ഇടുകയാണ്. ഒരു വെളുത്തുള്ളി ഒരു 3 കഷ്ണം, ഒരു 1/4 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമാണ്, ജീരകം ചെറുതല്ലേ ഉള്ളല്ലേ. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ഒരുപാട് ഓവർലി സ്മൂത്ത് അരയേണ്ട, ഒരുപാട് ഓവറായിട്ട് സ്മൂത്തായിട്ട് അരയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് നമ്മുടെ വേവിക്കാൻ വെച്ചിരിക്കുന്ന മാങ്ങയിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഈ അരപ്പെല്ലാം നന്നായിട്ട് വെന്ത് തിളച്ച് വരണം. നമുക്കൊരു 5 മിനിറ്റ് ഇത് അടച്ചു വെച്ച് വേവിക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇത് നന്നായിട്ട് ഈ തിളയെല്ലാം നിന്നതിന് ശേഷം നമുക്കിതിനകത്തോട്ട് അടിച്ചു വെച്ചിരിക്കുന്ന തൈര് നന്നായിട്ട് ജസ്റ്റ് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചതിന് ശേഷമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ തൈര് പിരിയുള്ള ചാൻസ് ഉണ്ട്. സോ ഇതിന് തിളയൊക്കെ ഒന്ന് നിന്നതിന് ശേഷം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തോട്ട് ഞാനൊരു ശകലം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. മാങ്ങ നല്ല മധുരമുള്ളതാണെങ്കിൽ ഈ പഞ്ചസാരയുടെ ആവശ്യമില്ല കേട്ടോ. പിന്നെ ചിലവരൊക്കെ ശർക്കരയും ചേർക്കും. ഞാൻ പഞ്ചസാരയാണ് ഇട്ടത്. ഒരു 1/2 സ്പൂണെന്ന് വേണമെങ്കിൽ പറയാം, ഒരു 1/2 ടീസ്പൂൺ. അപ്പോൾ ഇതിൻ്റെ തിളയൊക്കെ മാറിക്കഴിഞ്ഞു. നമുക്കിനി തൈര് ആഡ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. നമ്മൾ തൈര് ഒഴിച്ചു കൊടുത്തു. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഇരിക്കുമ്പോൾ നന്നായിട്ട് കുറുകും കേട്ടോ. ഇനി നമുക്കിതിനകത്തോട്ട് കടുക് താളിച്ചൊഴിക്കാം. ഈ സ്റ്റേജിൽ ഞാൻ ഒന്ന് ടേസ്റ്റ് നോക്കി കുറച്ചുകൂടെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് തേങ്ങ ഒഴിച്ചു കൊടുക്കുകയാണ്. കടുകിട്ടു. ഈ ചെറിയുള്ളി നന്നായിട്ട് ഇനി ഗോൾഡനായിട്ട് വഴറ്റിയെടുക്കണം. ഇതിനകത്തോട്ട് ഞാൻ വറ്റൽമുളകാണ് ഇടുന്നത്, കറിവേപ്പില. ഇനി നമുക്കിത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് നമുക്ക് താളിച്ചു കൊടുക്കാം. അപ്പോൾ ചെറിയുള്ളിയൊക്കെ ഒന്ന് ഗോൾഡൻ ആവണം. അപ്പം നമുക്കിനി താളിച്ചതിട്ട് കൊടുക്കാം. എന്നിട്ട് ഉടനെ തന്നെ ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെക്കാം. അപ്പോഴാണ് ഈ ഫ്ലേവേഴ്സ് ഒന്നും വെളിയിൽ പോകാതിരിക്കും. അപ്പോൾ നമ്മുടെ അടിപൊളി മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും മാങ്ങ സീസണായിട്ട് ഇനി മാമ്പഴ പുളിശ്ശേരി കാണിച്ചില്ലേ മോശമല്ലേ. അതുകൊണ്ട് ഞാനും ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ ഇതേപോലുള്ള നല്ല വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരാം. അതുവരെ ബൈ.